ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല വില കൂടിയ സമയത്താണല്ലോ ഇപ്പോൾ നമ്മൾ ഈ കാട ഫ്രൈ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. പച്ചമുളകും ചെറിയ ഉള്ളി മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വലിയ ജീരകം, ഉപ്പ്, പാകത്തിനുള്ള വിനാഗിരിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാതെ കാട ഫ്രൈ ആക്കി എടുത്താൽ ടേസ്റ്റിൽ വല്ല മാറ്റം ഉണ്ടാവുമോ നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ മസാലകളൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നേരെ സ്പ്ലിറ്റ് ആക്കിയിട്ടുള്ള കാട ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. മൂപ്പര മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ട് ഫ്രൈ ആക്കിയാണ്. അപ്പോൾ രാത്രി ഫുഡ് കഴിച്ചപ്പോഴാണ് ഓർമ്മ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാത്രി തന്നെ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ച് ചട്ടിയൊക്കെ ചൂടാക്കി എണ്ണ ഒഴിച്ച് എണ്ണയും ചൂടായി വന്നപ്പോൾ ഓരോ കാടക്കുട്ടന്മാരെയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കിയെടുത്തു. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും വില കൂടിയാലെന്താ, നമ്മൾ കാടയാണെങ്കിലും കോഴിയാണെങ്കിലും ഒക്കെ ഫ്രൈ ആക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.